السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضوان الله أما بعد. ഏറ്റവും സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അൽഹംദുലില്ലാ വലിയൊരു സന്തോഷത്തെ വാർത്തയെത്തിക്കട് ഞങ്ങൾക്കെല്ലാവർക്കും കിട്ടിയിട്ടുള്ളത്. ബഹുമാനപ്പെട്ട സയ്യിദ് കോട്ടേശ്വര തങ്ങൾ എല്ലാവർക്കും പരിചയിക്കും. തങ്ങളുടെ നേതൃത്വത്തിലായിട്ട് IBT ഗാർഡൻ 7-8 വർഷമായി ആയിട്ട് കുന്താപ്പുറ ഭാഗത്ത് നല്ല നിലക്ക് പെൺമക്കൾക്കു ശരീഅത്ത് കോളേജും അതുപോലെ ചെറിയ മക്കളെ ടൈനി ടോൾസ് എന്ന ഇസ്ലാമിക് ഫ്രീ സ്കൂൾ കൂടെ തുടങ്ങിയിട്ട് അതിൻ്റെ ഇടയിലായിട്ട് പോയ ലോക്ക്ഡൗൺ സമയത്ത് ഓൺലൈനിലുള്ള ഇൽമു പഠിക്കുക ആസക്തിയുള്ള ഓരോ മുഅ്മിനുകൾക്കും മുഅ്മിനാത്തുകൾക്കും അവിടെ ആണിങ്ങ പെണ്ണിങ്ങ എന്ന വ്യത്യാസമേ ഇല്ലാണ്ട് തന്മിയ എന്ന പേരിൽ ഓൺലൈൻ ക്ലാസ് നടന്നുപോയിട്ട് അൽഹംദുലില്ലാ നല്ലൊരു വിജയത്തിലേക്ക് എത്തിയത്. അതിൽ പിന്നെ സാധാരണ നിലക്കുള്ള ക്ലാസ്സുകൾ നടന്നുപോയിട്ട് ഇപ്പോൾ പോയ റബീഉൽ അവ്വലിൽ ബഹുമാനപ്പെട്ട ഞങ്ങളുടെ IBT ഗാർഡൻ്റെ ഡയറക്ടറായിട്ടുള്ള തങ്ങളുടെ മോന് കൂടായിട്ടുള്ള സയ്യിദ് ഷാമിർ അസ്സഖാഫ് തങ്ങൾ റബീഉൽ അവ്വലിൽ ഹബീബന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രങ്ങൾ ജനങ്ങൾക്ക് എത്തുപാട്ടി കൊടുക്കണം എന്ന ഉദ്ദേശത്തിൽ ഒരു തിങ്കളിൽ ക്ലാസ് വെച്ചപ്പോൾ നല്ല നിലക്ക് ആണിങ്ങ പെണ്ണിങ്ങ നോക്കാണ്ട് കുറേ ആൾമാർ ആ ഒരു ക്ലാസ് കേട്ടിട്ട് എക്സാം എല്ലാം എഴുതിയാറ്. അതിൻ്റെ ഭാഗമായിട്ട് കണ്ടിന്യൂ ഞങ്ങളെ എല്ലാ ആൾമാർക്ക് ദീന് പഠിപ്പാട്ടണം എന്ന ഉദ്ദേശം വെച്ചുകൊണ്ട് ഇപ്പോൾ ആ ലോക്ക്ഡൗണിൽ എടുത്ത് തന്മിയ ചിൽഡ് പിന്നെ തന്മിയ ഇസ്ലാമിക് സ്കിൽ ഡെവലപ്മെൻറ്റ് എന്ന പേരിൽ പിന്നെ പാടയും ഓൺലൈൻ ക്ലാസ് തുടങ്ങിയത്. തൊലബുൽ ഇൽമി ഫറീലത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ, ഇൽമിനെ തേടൽ പ്രതി ഓരോ മുസ്ലിമീൻക്ക് കഡ്ഡായ എത്തിക്കട്. മുഅ്മിനായ മനുഷ്യൻ അവൻ പ്രതി ഏത് അമലാക്കണമെങ്കിൽ അവൻ എന്താക്കണം, ഇൽമു വേണം. ഇൽമില്ലാണ്ട് എന്ത് അമലാക്കിയെങ്കിൽ അതിൻ്റെ യാഥാർത്ഥ്യം നിങ്ങൾക്ക് പിന്നെ അത്രമാത്രം സ്വീകരിച്ചിട്ട് എന്ന് ഞങ്ങൾ ചൊല്ലുകയില്ല. അപ്പം അങ്ങനെ നിൽക്കുമ്പോൾ ഇൽമു പഠിക്കൽ അത് നിർബന്ധമായിട്ടിക്കട്. അതൊരു ക്യാമ്പസിಗೆ ಬಂತು പഠിക്കണം, അതല്ലെങ്കിൽ മദ്രസയിൽ മാത്രമേ പഠിക്കരുത്, അതല്ലെങ്കിൽ ഇത്ര പിന്നെ എവിടെ ഉസ്താദുണ്ട് ആ ഉസ്താദ് മുട്ട പോയിട്ട് പഠിക്കണം. അത് എല്ലാവർക്കും അവിടെ പോലത്തെ വിഷയമല്ല. അപ്പോൾ ഏത് നിലക്ക് ഇൽമു നേടിയെടുക്കുക അവിടെ ആ നിലക്ക് ഞങ്ങൾ ഇൽമു പഠിക്കണമായത് ഞങ്ങളെ മേലെ കർത്തവ്യം എത്തിക്കട്, കഡ്ഡായ എത്തിക്കട്. അപ്പോൾ ഫർള് കിഫായ ആയിട്ടുള്ള ഇൽമുണ്ട്, ഫർള് ഐനായിട്ടുള്ള ഇൽമുണ്ട്, സുന്നത്ത് കിഫായ ഉണ്ട്, സുന്നത്ത് ഐനുണ്ട്. ഇങ്ങനെയുള്ള ഏതെല്ലാം നിലക്കുള്ള ഞങ്ങളെ മേലെ കഡ്ഡായിട്ടുള്ളതും സുന്നത്തായ നിലക്കും ഞങ്ങൾ പഠിച്ച് വെക്കാനായതുമെല്ലാം എല്ലാ ഇൽമുകളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് തന്മിയ എന്ന പേരിൽ പിന്നെ ഫിഖ് സംബന്ധപ്പെട്ടതും അഖായിദായിട്ടും താരീഖുകളും ഏതെല്ലാം രൂപത്തിൽ പിന്നെ ജനങ്ങൾക്ക് ആവശ്യമുള്ള ഇൽമ് എത്തുപാട്ടി കൊടുക്കുക ആ നിലക്കുള്ള ഒരു പുതിയ സെറ്റിങ്ങിലേത്തേക്കോട് ഈ ഒരു ക്ലാസ് തുടങ്ങേണ്ടത്. പിന്നെ ഹദീസുകൾ അനിവാര്യമായിട്ടുള്ള ഞങ്ങൾക്ക് ആവശ്യകതയുള്ള ചില സെലക്റ്റഡായ കുറച്ച് ഹദീസുകളും തഫ്സീറുകളെല്ലാം ഉൾക്കൊള്ളിച്ചെത്തിക്കടി ഈ ഒരു ക്ലാസ് ഉള്ളത്. അൽഹംദുലില്ലാ ഇപ്പോൾ കുറേ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകൾ ആ ഒരു പിന്നെ ഓൺലൈനിൽ ഞങ്ങൾ വിഷയത്തെ ഏർപ്പാട്ടിയപ്പോഴും പിന്നെ അഡ്മിഷൻ ആയിടാറ് ആ ഒരു സന്തോഷത്തിലേത്തേക്ക് ഇൻഷാ അല്ലാഹ് ക്ലാസ്സുകൾ തുടങ്ങേണ്ടത് ഉണ്ട്. അതിൻ്റെ ഒരു ഉദ്ഘാടന കാര്യക്രമത്തേക്ക് ഞങ്ങളുടെ ഇന്നത്തെ ഒരു കാര്യക്രമത്തെ പിന്നെ എല്ലാ നിലക്ക് അധ്യക്ഷ സ്ഥാനം വഹിച്ചുകൊണ്ടും ഇതിലെല്ലാം കൺട്രോളാക്കിയും തുല്യ ബഹുമാനപ്പെട്ട ഞങ്ങളുടെ IBT ഗാർഡൻ്റെ ചെയർമാൻ കൂടിയായിട്ടുള്ള സയ്യിദ് ജാഫർ അസ്സഖാഫ് കോട്ടേശ്വർ തങ്ങളേത്തേക്ക് തങ്ങൾ അവർക്ക് എല്ലാ നിലക്കുള്ള അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആഫിയത്ത് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടത്തേക്ക് ഇനിയും നല്ല നിലക്ക് ഖിദ്മത്ത് ചെയ്യാൻ ദീനിനെ ഖിദ്മത്ത് ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ദുആ പിന്നെ സ്വാഗതമായി അറിയിക്കുന്നു. അതുപോലെ ഇന്നത്തെ ഞങ്ങളുടെ ഈ ഒരു ഉദ്ഘാടന സെക്ഷനിൽ ഞങ്ങളെ ഈ ഒരു തന്മിയ അതിൻ്റെ ഒരു ഉദ്ഘാടനമാക്കുള്ളത് ഞങ്ങളുടെ IBT ഗാർഡൻ്റെ ഗൗരവാധ്യക്ഷയായിട്ടുള്ള ആട്ടീരി തങ്ങളെത്തിക്കട് ഉസ്താദ് തങ്ങളവർക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്
എല്ലാ നിലക്കുള്ള ആഫിയത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇനിയും ഒരുപാട് കാലം നമ്മളുടെ സ്ഥാപനയെ ഗൗരവാധ്യക്ഷയായി കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തൗഫീക്ക് തങ്ങൾ അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ദുആ സ്വാഗതമായി അറിയിക്കുന്നു. അതുപോലെ ഇന്നത്തെ ഈ ഉദ്ഘാടന സെക്ഷനും അതെല്ലാണ്ട് ക്ലാസ് എല്ലാം എടുക്കുകയുള്ളത് ഞങ്ങളുടെ എല്ലാവരും ഗൊന്തിക്കും തങ്ങളുടെ മകനും IBT ഗാർഡൻ്റെ ഡയറക്ടർ കൂടിയായിട്ടുള്ള സെയ്ദ് ഷാമിർ തങ്ങളേത്തേക്കട് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് തങ്ങളവർക്ക് നല്ല നിലക്ക് ക്ലാസ് എടുത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമാകുന്ന രൂപത്തിൽ, നിങ്ങൾക്ക് എല്ലാവർക്കും അർത്ഥമാകുന്ന രൂപത്തിൽ ക്ലാസ് എടുക്കുകയുള്ള തൗഫീഖ് ഹിമ്മത്ത് അള്ളാഹു നൽകി പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇനിയും ധാരാളം ഇൽമുകൾ അള്ളാഹു തആല തങ്ങളവർക്ക് നൽകിക്കൊണ്ട് അത് ജനങ്ങൾക്ക് എത്തുപാട്ടുള്ള എല്ലാ നിലക്കുള്ള തൗഫീഖ് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് തങ്ങളവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്നത് സ്വാഗതമായ അറിയിക്കലോട് കൂടെ ഞങ്ങൾക്ക് എല്ലാവർക്കും വിഷയം കിട്ടിയിട്ടിക്കൂ. ഇത് ഞങ്ങൾ ഫീസ് എടുത്തുകൊണ്ടുള്ള ഒരു ക്ലാസ് അല്ല. ഞങ്ങൾ IBT ഗാർഡനെ കൊണ്ട് ജനങ്ങൾക്ക് എങ്ങനെ ഇൽമെത്തുപാട്ട് കൊടുക്കുകയോട് ആ നിലക്കുള്ള ചെറിയൊരു പ്രയത്നമായിട്ടിക്കട് പ്രത്യേക ഒരു ഫീസ് എടുക്കുന്നില്ല. ഫ്രീ ആയിട്ടേറ്റിക്കട് ഈ ഒരു ക്ലാസ് ഞങ്ങൾ തങ്ങളുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. എല്ലാവരും ഇതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സഹകരിക്കണമെന്നുള്ള വാക്കുകൾക്ക് ഇത്തരം പറഞ്ഞുകൊണ്ട് വാക്കുകൾക്ക് വിരാമ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രത്യേകമായിട്ട് എല്ലാ മുഅ്മിനീങ്ങൾക്കും ഈ ക്ലാസ് കേൾക്കുന്ന എല്ലാ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്ക് ഒന്നുകൂടി സ്വാഗതം അറിയിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, IBT ഗാർഡൻ, ഇമാം ബൂസ്വീരി തസ്കിയ ഗാർഡൻ, ബഹുമാനപ്പെട്ട സയ്യിദ് ജഅഫർ സഖാഫ് കോട്ടേശ്വര തങ്ങളുടെ നേതൃത്വത്തിൽ നമ്മുടെ മൂടുകോപ്പാടി ബേസ് ചെയ്തുകൊണ്ട് കുന്താപുര താലൂക്കിൽ അൽഹംദുലില്ലാഹ് ഒരുപാട് കാലങ്ങളായി വിശുദ്ധ ദീനി സേവനങ്ങൾ നടത്തുന്ന സംരംഭമാണ്. സഖാഫിയ വിമൻസ് അക്കാദമി എന്ന പേരിൽ സമീപത്തുള്ള പെൺകുട്ടികൾക്ക് വിശുദ്ധ ദീനി വിജ്ഞാനവും അതോടൊപ്പം തന്നെ ഹയർ സെക്കൻഡറി PUC വിദ്യാഭ്യാസവും നൽകുന്ന സ്ഥാപനവും ടൈനി ടോഡ്സ് ഗ്ലോബൽ പ്രീ സ്കൂൾ എന്ന പേരിൽ ചെറിയ മക്കൾക്ക് അടിസ്ഥാനപരമായിരിക്കുന്ന വിദ്യാഭ്യാസം നൽകുന്ന സ്ഥാപനവും നിലവിൽ 7 വർഷക്കാലമായി നടക്കുന്നുണ്ട്. അതിൻ്റെ വിഷയങ്ങളും വിവരങ്ങളുമൊക്കെ നിങ്ങൾക്കറിയും. ഏതായാലും നമ്മുടെ IBT ഗാർഡൻ്റെ പുതിയൊരു ചുവടുവെപ്പാണ് തൻമിയ ഇസ്ലാമിക് ആൻഡ് സ്കിൽ ഡെവലപ്മെൻറ്റ് എന്നുള്ളത്. നമ്മുടെ ജീവിതത്തിൽ ഏതെല്ലാം വിഷയങ്ങൾ നമ്മൾ നേടിയെടുത്താലും ദുന്യവിയായി എത്ര ഉയർച്ചയിലേക്ക് നമ്മൾ പോയാലും അള്ളാഹുവിൻ്റെ ദീനിനെക്കുറിച്ച്, ആ ദീനിൽ അനിവാര്യമായ വിഷയങ്ങളെക്കുറിച്ച് നമുക്കറിവില്ലെങ്കിൽ, ഇൽമില്ലെങ്കിൽ കാര്യം അപകടമാണ്. പലപ്പോഴും പല സ്ഥലങ്ങളിലും പോകുന്ന സമയത്ത് ചില ആളുകളൊക്കെ പല ഡൗട്ടുകളും ചോദിക്കാറുണ്ട്. എനിക്ക് തന്നെ അനുഭവങ്ങളുണ്ട്. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഉസ്താദുമാർക്ക് ചിലപ്പോൾ കൂടുതൽ അറിവുണ്ടാകും. പല ആളുകളും അവരുടെ ഡൗട്ടുകൾ ചോദിക്കുകയാണ്. ഏറ്റവും ബേസിക്കായി അറിഞ്ഞിരിക്കേണ്ട വിഷയങ്ങളെക്കുറിച്ച് അവർ ചോദിക്കുമ്പോൾ നമുക്കൊരു സഹതാപത്തോടുകൂടെ മറുപടി പറഞ്ഞു കൊടുക്കാൻ കഴിയുള്ളൂ. കാരണം ഈ പാവപ്പെട്ട മനുഷ്യൻ ഇത്ര കാലമായിട്ട് ഈ കാര്യം അറിയില്ലേ, ഇത്ര കാലം ഇയാൾ ചെയ്ത നിസ്കാരം എങ്ങനെയായിരിക്കും എന്നാലോചിച്ചു പോകുന്ന പല സമയങ്ങളുമുണ്ട്. നജിസ് വൃത്തിയാക്കുന്ന വിഷയമാണെങ്കിലും, വുളു എടുക്കുന്നതിൻ്റെ രൂപത്തിൻ്റെ കാര്യമാണെങ്കിലും, അതല്ലെങ്കിൽ നിസ്കാരത്തിലെ ആ നിസ്കാരം ബാത്തിലായി പോകുന്ന വിഷയത്തെക്കുറിച്ചാണെങ്കിലും
കൃത്യമായി ബോധമില്ലാതെ പോകുന്ന കുറച്ചാളുകൾ. ഈ വിഷയങ്ങളൊക്കെ നമ്മളോട് ചോദിക്കുന്നവരാകട്ടെ, കാര്യം അന്വേഷിക്കുന്നവരാകട്ടെ, ദുന്യവിയായി നല്ല പ്രൊഫൈൽ കീപ്പ് ചെയ്യുന്ന ആളുകളാണ് പലപ്പോഴും. അപ്പോൾ അവർക്കെല്ലാം ദീന് പഠിക്കണമെന്ന ആഗ്രഹമുണ്ടെന്ന് സംസാരത്തിൽ നിന്ന് മനസ്സിലായി. ആ ഒരു ആഗ്രഹം എങ്ങനെ സാധിപ്പിച്ചു കൊടുക്കാം എന്ന ഒരാലോചനയാണ് യഥാർത്ഥത്തിൽ തന്മിയ എന്ന് പറയുന്ന ഒരു പുതിയ ക്ലാസ്സിനെ കുറിച്ചുള്ള ആലോചനയ്ക്ക് തന്നെ കാരണം. കൊറോണ സമയത്താണ് തന്മിയയുടെ തുടക്കം, നേരത്തെ ഉസ്താദൊക്കെ ഓർമ്മപ്പെടുത്തി. പക്ഷേ വേണ്ട രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പിന്നെ കൊറോണയെല്ലാം ഒന്ന് നീങ്ങി ക്ലാസ്സുകൾ ഫിസിക്കൽ രൂപത്തിലേക്ക് തന്നെ മാറിയപ്പോൾ സാധിച്ചില്ല. അത് പിന്നെ അവിടെ കടന്നു. പക്ഷേ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷറഫാക്കപ്പെട്ട ജന്മം കൊണ്ട് അനുഗ്രഹീതമായ റബീഉൽ അവ്വൽ മാസത്തിൽ ഹബീബായ തങ്ങളെ പറഞ്ഞുകൊണ്ടുള്ളൊരു ക്ലാസ് വിനീതൻ എടുക്കുകയുണ്ടായി. അൽഹംദുലില്ലാഹ് ഒരുപാട് ആളുകൾ, 100-ൽ കൂടുതൽ ആളുകൾ ആ ക്ലാസ്സിൽ സംബന്ധിക്കുകയുണ്ടായി. ഓൺലൈൻ വഴിയാണ് ആ ക്ലാസ് കേൾക്കുകയും അതിൽ പിന്നെ ടെസ്റ്റാക്കുകയും ടെസ്റ്റിലെ വിജയികളെ നമ്മൾ പ്രഖ്യാപിക്കുകയും എല്ലാം ചെയ്തു. ഇൻഷാ അല്ലാഹ് അവരുടെ അവാർഡ് കാര്യങ്ങളെല്ലാം ഉടൻ തന്നെ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവുകയും ചെയ്യുന്നതാണ്. ഇങ്ങനെയൊക്കെ നടന്നപ്പോൾ ഏകദേശം 100-ൽ കൂടുതൽ ആളുകളുള്ള 2 ഗ്രൂപ്പുകൾ, ആണുങ്ങൾക്ക് വേറെ പെണ്ണുങ്ങൾക്ക് വേറെ, അവർക്ക് ഇനിയും ഉപകാരപ്രദമായ വിഷയങ്ങൾ പറഞ്ഞു കൊടുക്കാൻ എന്തു ചെയ്യണം? അപ്പോഴാണ് തന്മിയ എന്ന് പറയുന്ന നമ്മുടെ ക്ലാസ് റൂം വീണ്ടും അതൊന്ന് സ്റ്റാർട്ട് ചെയ്താലോ എന്ന ആലോചന വീണ്ടും വരുന്നത്. അൽഹംദുലില്ലാഹ് ആ ഒരു ആശയം ഗ്രൂപ്പിലൂടെ തന്നെ ഷെയർ ചെയ്തു, നല്ല സ്വീകാര്യത കിട്ടി. അൽഹംദുലില്ലാഹ് അതിൽ പിന്നെ കൂടുതൽ ആളുകൾ അതിലേക്ക് ക്ലാസ്സിലേക്ക് ചേരാൻ താല്പര്യം പ്രകടിപ്പിച്ചു. അള്ളാഹു എല്ലാവർക്കും ഖൈർ, സന്തോഷം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നമ്മുടെ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ അതിൻ്റെ ഉദ്ഘാടനം നടത്തും. ഈ ക്ലാസ് കഴിഞ്ഞ് ഇൻഷാ അല്ലാഹ് ഓരോ ആഴ്ചയിലും ഫിക്സഡ് ആയിട്ടുള്ള ദിവസങ്ങളിൽ 2-3 ക്ലാസ്സുകളായിരിക്കും ഉണ്ടാവുക. അതിൻ്റെ കൃത്യമായിട്ടുള്ള ടൈം ടേബിളും ഷെഡ്യൂളുമൊക്കെ ഗ്രൂപ്പ് ത്രൂ അതെല്ലാം പറയും. ഇനി വോയിസ് കേട്ട് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് കോണ്ടാക്ട് ചെയ്യാം, ക്ലാസ്സിലേക്ക് നിങ്ങളെയും ആഡ് ചെയ്യാം. ഒരു വർഷത്തെ ഒരു സിലബസാണ് നമ്മളിപ്പോൾ കാണുന്നത്. ആ സിലബസിൽ കൃത്യമായി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച വിശുദ്ധ ദീനുൽ ഇസ്ലാം, ആ ദീനുൽ ഇസ്ലാമിൻ്റെ ആശയങ്ങൾ ഒന്നും ചോർന്നു പോകാതെ ഹദീസുകൾ കൊണ്ടും തഫ്സീറുകൾ കൊണ്ടും അതുപോലെ തന്നെ ഇൻഷാ അല്ലാഹ് അറിഞ്ഞിരിക്കേണ്ട ഫർദ് ഐനും ഫർദ് കിഫായയുമായിട്ടുള്ള ഫിഖ്ഹി മസ്അലകളെ കൊണ്ടുമെല്ലാം നമ്മുടെ ക്ലാസ് നമുക്ക് സമ്പുഷ്ടമാക്കാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആദ്യമേ പറയുന്നത്, തന്മിയക്ക് മാത്രമായി നിങ്ങളുടെ കയ്യിൽ ഒരു നോട്ട് വേണം. ആ നോട്ടിൽ ഞാൻ ആ ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്തണം. ഇൻഷാ അല്ലാഹ് ജീവിതത്തിൽ ഉപകാരപ്പെടും എന്ന ഉറപ്പോടുകൂടെയാണ് ഈ വിഷയം പറയുന്നത്. ഇൻഷാ അല്ലാഹ് ക്ലാസ്സുകൾ നമ്മൾ ഫ്രീക്വൻ്റായിട്ട് ക്ലാസ് ഓൺലൈൻ ത്രൂ, വാട്സപ്പ് ത്രൂ, വോയിസ് ക്ലാസ് ആയിരിക്കും. എല്ലാവർക്കും സൗകര്യം നോക്കുമ്പോൾ അങ്ങനെയാണ്. സംടൈംസ് ചിലപ്പോൾ അത് യൂട്യൂബ് പ്രൈവറ്റ് ലിങ്ക് വഴിയായിരിക്കും. അത് ഞാൻ അയച്ചു തരുമ്പോൾ മാത്രം അത് യൂസ് ചെയ്യാൻ പറ്റും. അതിനേക്കാൾ നല്ലത് വോയിസ് ആയിരിക്കും. ഗ്രൂപ്പിലെപ്പോഴും അത് നിങ്ങൾക്ക് ആക്സസ്ഫുൾ ആയിരിക്കും. അതോടൊപ്പം തന്നെ വാരത്തിലൊരിക്കൽ, അതല്ലെങ്കിൽ 2 വാരത്തിലൊരിക്കൽ ഒരു ലൈവ് സെഷൻ ഗൂഗിൾ മീറ്റ് വഴിയോ മറ്റോ ഒരു ലൈവ് സെഷൻ കൂടെ ഇൻഷാ അല്ലാഹ് ഉണ്ടാകുന്നതാണ്. ആ ലൈവ് സെഷനിൽ നിങ്ങൾക്ക് ആ വാരത്തിലെടുത്ത ക്ലാസ്സിലെ ഡൗട്ടുകൾ, കാര്യങ്ങൾ എല്ലാം ക്ലിയർ ചെയ്യാനുള്ള ഒരു അവകാശം കൂടെ ഉണ്ടാകുന്നതാണ് ഇൻഷാ അല്ലാഹ്. ആ രീതിയിൽ ക്ലാസ്സിൻ്റെ ഒരു സ്ട്രക്ചർ നമ്മൾ ചെയ്തിട്ടുള്ളത്. അള്ളാഹു എല്ലാം പഠിക്കാനും മനസ്സിലാക്കാനും തൗഫീഖ് നൽകട്ടെ.
ആമീൻ യാ റബ്ബൽ ആലമീൻ. പുരുഷന്മാരുണ്ട്, സ്ത്രീകളുണ്ട്. ചിലപ്പോൾ ചില വിഷയങ്ങൾ സ്ത്രീകൾ കൂടുതൽ അറിഞ്ഞിരിക്കേണ്ട ഹദീസുകളാണെങ്കിലും മസ്അലകളാണെങ്കിലും ആ രീതിയിൽ വരുമ്പോൾ ക്ലാസ്സിൽ മാറ്റങ്ങൾ ഉണ്ടാകും. അല്ലെങ്കിൽ രണ്ടുപേർക്കും ഒരേ ക്ലാസ്സുകൾ തന്നെയായിരിക്കും ഉണ്ടാവുക എന്നുകൂടെ ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു എല്ലാം പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഖൈറിൻ്റെ ആളുകളായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. എല്ലാ അർത്ഥത്തിലും ദുനിയാവിൽ അള്ളാഹുവിൻ്റെ ത്വാഅത്തിലായി ദീനിൻ്റെ ഖിദ്മയിലായി ജീവിച്ച് നല്ല രീതിയിൽ ആഖിബത്ത് നന്നായി ഈമാൻ സലാമത്തായി മരിക്കാൻ അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് മാത്രം പറഞ്ഞ് ഇൻഷാ അല്ലാഹ് വിശദീകരിച്ച വിഷയങ്ങളെല്ലാം ഗ്രൂപ്പ് വഴി അറിയിക്കും എന്നുകൂടി ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി വാക്കുകൾ നിർത്തുന്നു. ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, പ്രിയപ്പെട്ട സഹോദരിമാർ, വളരെയേറത്തെ ഒരിടവേളയ്ക്ക് ശേഷം IBT ഗാർഡന്റെ അണ്ടറിലായിക്കൊണ്ട് തൻമിയ ഇസ്ലാമിക് എജു ആൻഡ് സ്കിൽ ഡെവലപ്മെന്റ് എന്ന പേരിൽ വളരെ പ്രൗഢമായിക്കൊണ്ട് പൊതുജനങ്ങൾക്ക് ഉപകാരപ്പെടും വിധത്തിൽ ഒരു ക്ലാസ് റൂം മുമ്പേ നേരത്തെ നടന്നിരുന്നു. കുറച്ച് സമയമായി അത് നിർത്തിവെക്കുകയും ഇപ്പോൾ അൽഹംദുലില്ലാഹ് പൊതുജനങ്ങളിലേക്കായിക്കൊണ്ട് IBT മീഡിയ ഓൺലൈനിലൂടെ പൊതുജനങ്ങൾക്ക് പ്രധാനപ്പെട്ട ഹദീസുകളും ഖുർആന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളുടെ തഫ്സീറുകളും ഇസ്ലാമിക കർമ്മശാസ്ത്രവും അതുപോലെ തന്നെ തസവുഫും സെൽഫ് ഡെവലപ്മെന്റ് കാര്യങ്ങളും ചരിത്രങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് കൗൺസിലിംഗ് ക്ലാസ്സുകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ തൻമിയ ഇസ്ലാമിക് എജു ആൻഡ് സ്കിൽ ഡെവലപ്മെന്റിന്റെ പുതിയ ക്ലാസ് റൂം ഇന്നിവിടെ തുടക്കം കുറിക്കുകയാണ്. ഈ മഹത്തായ ക്ലാസ് റൂമിന് എല്ലാവിധ ആശംസകളും നേരുന്നു. നേതൃത്വം നൽകുന്നവർക്കും ഇത് കൊണ്ടു നടക്കുന്നവരിലും എല്ലാവരിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറും ബറക്കത്തും നൽകുമാറാവട്ടെ. പഠിതാക്കളായിട്ട് ക്ലാസ് റൂമിൽ എത്തിച്ചേരുന്നവർക്കും നിങ്ങളുടെ കുടുംബങ്ങളിലും അല്ലാഹു എല്ലാവിധ സന്തോഷങ്ങളും നൽകുമാറാവട്ടെ എന്നൊരു ആശംസ ഈ മഹത്തായ പദ്ധതിക്കും പരിപാടിക്കും നേർന്നുകൊണ്ട് ആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും പ്രിയപ്പെട്ട സാദാത്തുക്കളെ, പണ്ഡിതന്മാരെ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മഹത്തായ ഈ സംരംഭം അവൻ്റെ പൊരുത്തത്തിലായി വിജയിപ്പിക്കുകയും ഇതിൻ്റെ പ്രതിഫലം, ഇതിൻ്റെ ഗുണവും നാളെ സ്വർഗത്തിൽ വെച്ച് കൺകുളിർക്കെ കണ്ട് ആസ്വദിക്കാവുന്ന വിധത്തിൽ നമുക്ക് അനുഭവപ്പെടുത്തി തരികയും ചെയ്യുമാറാവട്ടെ. നാം തുടങ്ങാൻ പോകുന്ന ഈ മഹത്തായ സംരംഭം എല്ലാവർക്കും ഉപകാരപ്രദമായി നിലനിൽക്കുകയും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്കെല്ലാം അള്ളാഹു വലിയ അനുഗ്രഹം നൽകുകയും ചെയ്യുമാറാവട്ടെ. എന്താണ് നാം ഈ ഉദ്ദേശിച്ചിരിക്കുന്നത്? മനുഷ്യരായ നാം മൃഗങ്ങളെപ്പോലെയല്ല. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾക്ക് അനുസൃതമായി ജീവിക്കാൻ ബാധ്യസ്ഥരാണ്. നമുക്ക് തോന്നിയതുപോലെ ജീവിക്കാൻ ഒരിക്കലും നമുക്ക് പാടില്ല. കന്നുകാലികൾക്ക്, മൃഗങ്ങൾക്ക്, ഇവിടെയുള്ള ആട്, പോത്ത്, എരുമ തുടങ്ങിയ മൃഗങ്ങൾക്ക് അവരുടെ ഇഷ്ടം പോലെ ജീവിക്കാം. ഇഷ്ടമുള്ളപ്പോൾ തിന്നാം, കുടിക്കാം. ആരുടേതും അന്യൻ്റേതും എന്നുള്ള നോട്ടമില്ല. അതുപോലെ മൂത്രിച്ചാലും കാഷ്ടിച്ചാലും കഴുകി വൃത്തിയാക്കണമെന്നില്ല. ഒരു തോന്നിവാസ ജീവിതമാണ്. മനുഷ്യൻ അങ്ങനെയല്ല.
ഒരു നിയമത്തിന് വിധേയനാണ്. നിയമത്തിന് വിധേയമായിക്കൊണ്ടേ മനുഷ്യന് ജീവിക്കാൻ പാടുള്ളൂ എന്നതാണ് സത്യം. അത് നമുക്കേവർക്കും അറിയുന്ന യാഥാർത്ഥ്യമാണ്. ഈ നിയമത്തിന് വിധേയമായി ജീവിക്കുന്ന നാം അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അറിഞ്ഞ് അത് പഠിച്ച് ഉൾക്കൊണ്ടുകൊണ്ട് അതനുസരിച്ച് ജീവിക്കണം. പരിശുദ്ധമായ ഇസ്ലാം, അള്ളാഹു തആല നമുക്ക് വെച്ചിരിക്കുന്ന ആ പുണ്യമായ മതം, പരിശുദ്ധമായ മതം അനുസരിച്ച് ജീവിക്കാൻ ബാധ്യസ്ഥരായ നാം അത് പഠിച്ചില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലുടനീളം അപാകതകൾ മാത്രമായിരിക്കും സംഭവിക്കുക. നാം ഒരു കച്ചവടം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ആ കച്ചവടത്തെക്കുറിച്ച് നാം പഠിക്കും. നാം വിദേശത്ത് പോകാൻ ഉദ്ദേശിച്ചാൽ അതിനാവശ്യമായ അതിൻ്റെ നിയമവശങ്ങളും അതിൻ്റെ വസ്തുതകളും നാം നന്നായി പഠിക്കും. ഒരു കർഷകനാകുകയാണെങ്കിൽ ആ കൃഷിയെ സംബന്ധിച്ചുള്ള അറിവ് അവൻ ആർജിക്കും. ദുനിയാവിൽ എന്ത് നേടണമെന്ന് ആഗ്രഹിച്ചുവോ അത് സംബന്ധമായ അറിവ് അവൻ കരസ്ഥമാക്കിയിരിക്കും. മുഅ്മിനായ മുസ്ലിമായ ഒരു മനുഷ്യൻ, അവൻ്റെ ലക്ഷ്യം അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ എത്തിച്ചേരുക എന്നതാണ്. ഈ മരണത്തോടുകൂടി നമ്മുടെ ജീവിതം അവസാനിച്ചു, അതെപ്പോഴും സംഭവിക്കാം. അങ്ങനെ മരണത്തോടുകൂടി അവസാനിച്ചാൽ പിന്നെയാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ ജീവിതം. ആ മാർഗം നന്നായി കിട്ടണം, ആ സ്വർഗത്തിൽ എത്തിച്ചേരണം. അതിനുള്ള വഴി എന്താണ്? ഇത് പഠിക്കലാണല്ലോ ഏറ്റവും മുഖ്യമായത്. കൃഷിയേക്കാൾ കൂടുതൽ, കച്ചവടത്തേക്കാൾ കൂടുതൽ മുസ്ലിമായ ഒരു മനുഷ്യൻ പഠിക്കേണ്ടത് അവൻ്റെ ഈ ഭൗതിക ലോകത്തെ ജീവിതം കൊണ്ട് സ്വർഗം കരസ്ഥമാക്കാൻ ആവശ്യമായ റൂട്ട് ഏതാണ്, അത് പഠിക്കലാണ്. കർമ്മശാസ്ത്രപരമായ വിധികൾ പഠിക്കേണ്ടതുണ്ട്, വിശ്വാസപരമായ കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ പാരായണം അതിൻ്റെ കൃത്യമായ രൂപത്തിലാവാൻ പഠിക്കേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ കലാമായ ഖുർആൻ തെറ്റ് ഊതാൻ ഒരിക്കലും നമുക്ക് പാടില്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ നാം ഇപ്പോൾ തുടങ്ങുന്ന ഈ തന്മിയ, ഈ സംരംഭം ഏതു പ്രായത്തിലുള്ള ആളുകൾക്കും, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കും അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ എത്തിച്ചേരാനുള്ള വഴി കണ്ടുപിടിക്കാൻ, ആ വഴി തെറ്റാതെ മുന്നോട്ട് പോകാൻ, അതിൻ്റെ യഥാർത്ഥ പന്ഥാവ് മനസ്സിലാക്കാൻ പഠിപ്പിക്കുന്ന ഒരു സംവിധാനമാണ്. സ്വർഗത്തിലേക്കുള്ള വഴി തെറ്റാതെ എത്തിച്ചേരാൻ പറ്റിയ വിശ്വാസങ്ങൾ, കർമ്മപരമായ വിധിവിലക്കുകൾ, പരിശുദ്ധ ഖുർആൻ ഓതേണ്ട കൃത്യമായ രൂപം, അതിൻ്റെ തജ്വീദ് നിയമങ്ങൾ തുടങ്ങി ഇസ്ലാമികമായ അറിവുകൾ സമ്പാദിക്കാനുള്ള ഒരു സംവിധാനമാണ് ഇതിലൂടെ നാം ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇതിൽ അംഗങ്ങളാവുകയും നിങ്ങൾക്ക് കണക്കാക്കുന്ന ഷെഡ്യൂളുകൾ അനുസരിച്ച് ആഴ്ചയിൽ എത്ര ദിവസം ഇതെല്ലാം ഇതിൻ്റെ ബന്ധപ്പെട്ടവർ നിങ്ങളെ അറിയിക്കുമ്പോൾ അതനുസരിച്ച് ആ ക്ലാസ്സുകളിൽ പങ്കെടുത്തുകൊണ്ട് നിങ്ങളത് വിജയിപ്പിക്കണമെന്നും നിങ്ങളതിൽ ഭാഗവാക്കാകണമെന്നും പഠിക്കണമെന്നും അതുവഴി നമുക്ക് ഈമാനും നമ്മുടെ വിശ്വാസവും കാത്തു സൂക്ഷിച്ചുകൊണ്ട് കർമ്മങ്ങൾ നന്നാക്കി സ്വർഗത്തിൽ ഒത്തുകൂടണമെന്നും ആണ് ഈ സന്ദർഭത്തിൽ എനിക്ക് നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്. നമ്മുടെ ഈ തന്മിയ സംരംഭത്തിൻ്റെ തുടക്കം കുറിക്കുകയാണ് ഇതൊരു നല്ല തുടക്കമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ റജബ് മാസത്തിൽ, ബറക്കത്താക്കപ്പെട്ട ഈ മാസത്തിൽ മഹത്തായ ഈ പരിപാടിയുടെ തുടക്കം വളരെ ഖൈറും ബറക്കത്തുമുള്ളതാക്കി അതിൽ ചേരുന്ന എല്ലാവർക്കും അല്ലാഹു തആല സ്വർഗം പ്രദാനം ചെയ്യുമാറാവട്ടെ എന്നും ഈ സംരംഭത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം അള്ളാഹു മഹത്തായ അനുഗ്രഹം നൽകട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.